ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റിയായ ഒരു മന്തിയാണ് ഇത്. ഇത് 3/4 കിലോനെല്ലാം വരുന്ന എല്ലാ ബസ്മതി റൈസാണ്. ഇത് 2-3 വെള്ളത്തിൽ നന്നായി കഴുകി നമുക്ക് 1 മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വെക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 സ്പൂൺ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 സ്പൂൺ പുതിനയില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചെറിയ ജീരകം 1 സ്പൂൺ, വലിയ ജീരകം 1 സ്പൂൺ, ഏലക്ക പട്ട ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 മാഗി ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മന്തി മസാലയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് കൈയോടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കുക, ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നന്നായി കഴുകി വെച്ചത് ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മസാല തട്ടുന്ന രീതിയിൽ നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പോളം വേണം ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്ത് 1 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇറച്ചിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 വേല് പട്ട ഗ്രാമ്പ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിലും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വെള്ളം തിളക്കുന്ന വെയിറ്റ് ചെയ്തതിലേക്ക് 1 ഉണക്ക നാരങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച ഇറച്ചിയുടെ വെള്ളമാണ്, ഇതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇറച്ചിയൊക്കെ നന്നായി വന്നിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇറച്ചി നന്നായിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം ഇതിൽ നിന്ന്. ഇനി വെള്ളമൊക്കെ തിളച്ചിട്ടൊന്ന് അരി ഇട്ട് കൊടുക്കുന്നത് നമുക്കിന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇറച്ചിയൊക്കെ നന്നായി പൊരിഞ്ഞ് വന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ചോരക്കായി ഇതിൻ്റെ മേലെ നമ്മൾ പൊരിച്ച് ഇറച്ചിട്ട് കൊടുക്കുന്ന മല്ലിയില മുളക് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തേക്ക് ചാർക്കോളും ചേർത്ത് നമുക്കിത് 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. സൂപ്പർ ടേസ്റ്റായ മന്തിയാണ് ഇത്.